ആ മണ്ണ് കൊടുക്കുമ്പോൾ പിതാമഹൻ ദുഃഖത്തോടെ പറഞ്ഞത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓർത്തു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഒരിക്കൽ ഈ മണ്ണിൽ നീ ചെന്നെത്തും. നിന്റെ അന്ത്യം അവിടെ വെച്ചായിരിക്കും. ഭാര്യ വിധവയാകും, കുഞ്ഞുങ്ങൾ അനാഥരാകും. ഹുസൈൻ റളിയല്ലാഹു അൻഹു കയ്യിലുള്ള മണ്ണും കർബലയുടെ മണ്ണും പരിശോധിച്ചു. രണ്ടും ഒരേ മണ്ണ്. ഞാനും എന്റെ കുടുംബവും എന്തെല്ലാം രേഖകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട സ്ഥലമാണിത്. നീറുന്ന ചിന്തയിൽ പരിസരമെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതാ ഉമർ സാദും പട്ടാളവും അവരെ വളഞ്ഞു. ചുടുമുത്തം നൽകിയ പൂവിത പൊഴിയുന്ന മണ്ണിത മുത്ത് മുസ്തഫ ചുടുമുത്തം നൽകിയ പൊന്നാര പൂവിത പൊഴിയുന്ന മണ്ണിത പൂക്കളേ സലാം പൂക്കളേ സലാം പൂക്കളേ സലാം പൂക്കളേ സലാം കരയുന്നിതാ കർബല 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 കർബല. മുഹറം 1-നാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലെത്തിയത്. ഒരു വലിയ പടക്കൂട്ടത്തെ കണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. അതിന്റെ സൈന്യാധിപൻ ഉമർ സാദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ തലയെടുക്കാൻ യസീദ് പറഞ്ഞയച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളത്. താങ്കൾ തിരിച്ചു പോകണം, ഇല്ലെങ്കിൽ കീഴടങ്ങിയ യസീദിന്റെ കീഴിൽ ജീവിക്കണം. ഇത് കേട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് രണ്ടിനും വന്നവനല്ല ഞാൻ. ഒരു മഹത്തായ ദൗത്യം പൂർത്തീകരിച്ച് ഞാൻ മടങ്ങും. എന്താണത്? യസീദിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക, ജനങ്ങളെ സന്മാർഗത്തിലാക്കുക. ഓഹോ, അത് രണ്ടും നടക്കാൻ പോകുന്ന കാര്യമല്ല. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ തിരിച്ചു പോകലാണ് നല്ലത്. ഇത് കേട്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം മാറി. എടോ ഉമർ സാദേ, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? കോളിളക്കം സൃഷ്ടിച്ച ഖൈബർ യുദ്ധത്തിൽ കരുത്തനായ മുളഹബിനെ മലർത്തിയടിച്ച് ഈറ്റപ്പുലി അലി ഹൈദറിന്റെ മകനാണ് ഞാൻ. ആ രക്തമായി സിരകളിലൂടെ ഓടുന്നത്. ഭീഷണിക്ക് മുമ്പിൽ വടങ്ങുന്ന ഭീരുവല്ല ഈ ഹുസൈൻ. ആലോചിച്ച് സംസാരിക്കണം. ഇത് കേട്ടപ്പോൾ ഉമർ സാദിന്റെ വയറൊന്ന് കാണി. ഈ സമയത്താണ് യസീദിന്റെ ഗൗരവമുള്ള ഒരു കത്ത് ഉമർ സാദ് കൈപ്പറ്റുന്നത്. എന്തായിരുന്നു കത്തിൽ? ഭീഷണിയും കടുത്ത വാക്കുകളും ഇടയ്ക്കിടെ കൊടുക്കും ദോഷമതും ഈ സ്ഥലത്ത് പൊളിച്ച് നമർത്തിടല. എന്തോടോ ഉമർക്കുന്തം പോതിലും തുലച്ച് കൊണ്ടിതിനോ അയച്ചത് ഉടനെ ഉടൽ മുറിച്ചെടുത്ത് ശിരസും അടുത്തിടു ഹൃദയ. ഭീഷണിയും കൊടുമയിൽ കടുത്ത വാക്കുകളും ഇടയ്ക്കിടെ കൊഴുക്കും ദോഷമതും ഈ സ്ഥലത്തിൽ പൊളിച്ച് നമർത്തിടല. എടോ ഉമർ സാദേ, ഹുസൈനുമായി കിന്നാരം പറഞ്ഞു നിൽക്കാനല്ല നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അവന്റെ തലയെടുക്കാനാണ്. ആ കൃത്യം നിർവഹിച്ചാൽ റോം സാമ്രാജ്യത്തിന്റെ അധിപനാക്കി നിനക്ക് സ്ഥാനക്കയറ്റം നൽകും. ഇല്ലെങ്കിൽ നിന്റെ തലയെടുക്കാനാകും അടുത്ത കൽപ്പന. മറ്റൊന്ന് പറയാനുള്ളത്, ഹുസൈനും സംഘത്തിനും യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. കത്ത് കിട്ടിയപ്പോൾ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഉമർ സാദും സൈന്യവുമത അവരുടെ താവളത്തിലേക്ക് തിരിച്ചു പോകുന്നു. മണിക്കൂറുകൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും യൂഫ്രട്ടീസിൽ നിന്ന് വെള്ളമെടുക്കാതിരിക്കാൻ നദീകരയിൽ ഉമർ സാദ് ഒരു വലിയ സൈന്യത്തെ വിന്യസിച്ചു. ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. പ്രിയരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ദുരിതം തുടങ്ങുകയാണ്. പാവം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇളയ മകൻ അലി അസ്കർ എന്ന 1.5 വയസ്സുള്ള കുട്ടി ദാഹിച്ച് കരയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന് ഇത് സഹിച്ചില്ല. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ പൈതലിന് ഒരൽപ്പം വെള്ളം കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ. എങ്ങനെ കിട്ടാനാണ്? നദീക്കരയിൽ സിംഹങ്ങളല്ലേ നിൽക്കുന്നത്. പോയി നോക്കട്ടെ. കുഞ്ഞിന്റെ കരത്തിൽ കേൾക്കാൻ വയ്യ. അനസ് റളിയല്ലാഹു അൻഹു 50ഓളം പടയാളികളും അതാ യൂഫ്രട്ടീസിന്റെ കരയിലേക്ക് കുതിക്കുന്നു. കർബലയിൽ യുദ്ധകാഹളം മുഴങ്ങി.
ഇല്ലല്ലാഹു ലാ ഇലാഹ